ഹലോ ഗായ്സ്, പത്തനംതിട്ടയ്ക്ക് ഇനിയുള്ള രാവും പകലുകളും ഉത്സവങ്ങളുടെ രാവും പകലുകളുമാണ്. പത്തനംതിട്ടയിൽ അടിപൊളി ഫെസ്റ്റ് വന്ന് നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോളൂ. പത്തനംതിട്ട ഇടത്താവളം ഗ്രൗണ്ടിൽ പത്തനംതിട്ട സമ്മർ ഫെസ്റ്റ് 2025 ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഈ ഫെസ്റ്റ് കാണാൻ വന്നിരിക്കുകയാണ്. നമുക്കെന്തായാലും പത്തനംതിട്ട സമ്മർ ഫെസ്റ്റ് 2025 സ്പെഷ്യൽ നോക്കിയിട്ട് വരാം. നമ്മൾ എന്തായാലും ചെടികളും പൂക്കളും ഒക്കെ കണ്ടു. എന്നാൽ നമുക്ക് പെറ്റ്സ് വേൾഡിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ പെറ്റ്സ് വേൾഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുള്ളും വെറൈറ്റി കിളികളാണുള്ളത്. എന്നോടാരും ഈ കിളികളുടെയും മീനുകളുടെയും ഒന്നും പേര് ചോദിക്കല്ലേ, എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് അറിയാവുന്ന കുറച്ച് പേരുകൾ ഞാൻ ഇടയ്ക്കൊക്കെ പറയും. അടിപൊളി 2 കോഴികളെയും കണ്ടു. ആ കോഴി തന്നെ മുട്ടയും വിട്ടിരിക്കുന്നു. ഇടയ്ക്ക് ഈ കിളികളോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ചില കിളികൾ എന്നോടും തിരിച്ച് സംസാരിക്കുന്നുണ്ട്. ഓറഞ്ച് കളർ ഇഗ്വാനെ കണ്ടോ? ദേണ്ട ഒരു കിളി എൻ്റെ കൂടെ കളിക്കുന്നു. അടുത്തതേണ് നമ്മുടെ പച്ച ഇഗ്വാന്. അതേപോലെ പല ടൈപ്പ് കോഴികളും ഉണ്ട് ഇവിടെ. അമ്പട കള്ള മക്കാവോ, അടിപൊളി മക്കാവോ ഉണ്ട് ഇവിടെ. മക്കാവോ എന്നോട് ചോദിച്ചു നീ ആരാടാന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ പേര് നില ഫാത്തിമ എന്നാണ്. ദേണ്ട അടിപൊളി സുന്ദരന്മാരായ 2 റാബിറ്റ്. അവർക്ക് ഞാൻ തീറ്റയും കൊടുത്തു. ഇതാണ് നമ്മുടെ കാപ്പി ബിയർ. അത് കഴിഞ്ഞ് ഞങ്ങൾ മുട്ടായി സെക്ഷനിലേക്ക് പോയി. ഇവിടെ നാരങ്ങ മുട്ടായി, ചക്കര മുട്ടായി, ബീഡി മുട്ടായി, ഗ്യാസ് മുട്ടായി, എല്ലാ മുട്ടായി ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ റെയിൻ ഫോറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ അടിപൊളിയാണ്. എന്താണ് നമ്മുടെ കുരങ്ങൻ ഇവിടെ ഉണ്ട്, തല കുലുക്കിക്കുണ്ട്. അടുത്ത നമ്മൾ പോകുന്നത് നമ്മുടെ ഓസ്ട്രിച്ച്. അതിൻ്റെ ചിറകൊക്കെ കണ്ടോ, ചെറചെറാന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മൾ പോകുന്നത് നമ്മുടെ ടൈഗറിൻ്റെ അടുത്താണ്, അതെന്ന് പറഞ്ഞാൽ ഷേർഖാൻ്റെ അടുത്ത്. അപ്പം അടുത്ത നമുക്ക് കാണാം. അടുത്ത എന്താണെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിയാണ്. നമ്മുടെ ബാഹുബലിയിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ യാക്ക്, അതാണ് ഈ സാധനം. നമ്മൾ ഇങ്ങനെ കുനിയാനൊക്കെ പറഞ്ഞാൽ അത് കുനിഞ്ഞു വരെ തരും. അടുത്ത് നമുക്ക് നേരെ പീക്കോക്കിൻ്റെ അടുത്തോട്ട് പോവാം. അപ്പം ഞാൻ പീക്കോക്കിൻ്റെ അടുത്തോട്ട് പോയി. ഇത് ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് തല കുലുക്കി ഇങ്ങനെ കാണിച്ചു തരും. അടുത്ത നമുക്ക് ജിറാഫിൻ്റെ അടുത്തോട്ട് പോയി. ഇതൊരു വെറൈറ്റി തന്നെയാണ്. ഞാനിത് കുലുങ്ങുന്നത്, പക്ഷേ ഇതൊന്നും തലയാട്ടി മാത്രമേ കാണിച്ചുള്ളൂ. എനിക്ക് തൊടാനൊന്നും പറ്റില്ല, അതുപോലെ തന്നെ ഹൈറ്റ് ഉണ്ട്. അടുത്ത നമുക്ക് കാണാം. അടുത്ത നമ്മൾ പോകുന്നത് കുറുക്കൻ്റെ അടുത്തോട്ടാണ്. കുറുക്കനെ പിന്നെ പറയണ്ടല്ലോ, ഒരു വെറൈറ്റി സാധനം തന്നെ ഇല്ലയോ. അപ്പോൾ കുറുക്കൻ തൊണ്ട് മരത്തിൻ്റെ താഴെ നിൽപ്പുണ്ട്. അടുത്ത നമ്മുടെ റിനോസറാണ്. ഇതെന്തോ പറയാനുള്ളത്, ഇത് സൂപ്പർ തന്നെയാണ്. അടുത്ത നമ്മുടെ ഗൊറീല, പിന്നെ നമ്മുടെ മക്കാവോ, പിന്നെ എന്താ അതിനെപ്പറ്റി പറയാ, അടിപൊളി മക്കാവാണ്, കളർഫുള്ളാണ്. പിന്നെ നമ്മുടെ ഡെസേർട്ടിലൊക്കെയുള്ള ക്യാമലാണ് ഇവിടെ നിൽക്കുന്നത്. ക്യാമലൊക്കെ തലയാട്ടിക്കൊണ്ട് തന്നെ നിൽക്കും. അടുത്ത നമുക്ക് കാണാം. അടുത്ത നമ്മൾ പോകുന്നത് കങ്കാരുവിൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ കങ്കാരുൻ്റെ പോക്കറ്റിൽ എന്തായാലും കുഞ്ഞ് കാണുമല്ലോ, അതുകൊണ്ട് തല വരെ നമ്മളെ ആട്ടി കാണിക്കുന്നു. കുഞ്ഞൊക്കെ ഇറങ്ങി വരും, കയ്യും പൊക്കും ഇങ്ങനെ സംസാരിക്കും നമ്മളോട്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഇതിൻ്റെ അടുത്തയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ചെയ്യണേ. എനിക്കിതിൻ്റെ പേര് പോലും അറിയത്തില്ല. ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കേ, പേരറിയാവോന്ന്. എനിക്കങ്ങനെ അറിയത്തില്ല. അടുത്ത നമുക്ക് സീബ്രയിലോട്ട് പോകാം. ഇത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് തന്നെ. ഞാൻ ഇതൊന്നും അനങ്ങത്തില്ല. പെട്ടെന്ന് ഇത് എന്ന് പറഞ്ഞാൽ തല ആട്ടിയപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു പോയി. അതുപോലെ നമുക്ക് അതിൻ്റെ കൂടെ ഇതാക്കാം. നന്നായി വരട്ടെ എന്ന് ഞാൻ ആശീർവാദം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എൻഡിലോട്ട് പോകാം. ഇത് പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ ഫോറസ്റ്റിൻ്റെ കിങ് ലയൺ, അതുപോലെയാണ്. ഞാനും അതിനെ എൻ്റെ ശബ്ദം കൊണ്ട് തന്നെ പേടിപ്പിച്ചു. നിങ്ങളെ ഞാൻ ഇങ്ങനെ പേടിപ്പിച്ചു. അടുത്ത നമുക്ക് ആനയുടെ അടുത്തോട്ട് പോവാം. ഞാൻ ലയണമൊക്കെ വിളിച്ചൊന്നും വന്നില്ല, എന്നാൽ നമുക്ക് ആനയുടെ അടുത്തോട്ട് പോവാം. ആനയുടെ അടുത്തോട്ട് പോയപ്പോൾ ആനയ്ക്ക് തിന്നാൻ ഫുഡായിട്ട് വന്നിട്ടുണ്ട്. അത് ഇനി നമുക്ക് അടിപൊളി ആനയാണ്. ഇനി നമുക്ക് ആനയുടെ കൊമ്പിലൊക്കത്തോളം എന്തോ കൊമ്പൻ ആനയാണ്. നമുക്ക് ഫുഡൊക്കെ കൊടുത്ത് താറ്റയൊക്കെ പറയാൻ പറ്റും. അതുപോലെയാണ്. അടുത്ത നമ്മൾ പോകുന്ന സോഫ സ്ഥലത്തൊക്കെയാണ്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ട്രയൽ ചെയ്യാം, എല്ലാം ചെയ്യാം. ഇവിടെ ബെഡുണ്ട്, അലമാരിയുണ്ട്, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഫുള്ളുണ്ട് ഇവിടെ. ഇവിടെ കുറേ സ്റ്റാളുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന എല്ലാ സാധനവും കിട്ടും. അപ്പോഴത്തേക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരെ അങ്ങോട്ട് പോയി. എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ ഹായൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് പരിപാടിയിലേക്ക് പോകാം. ഇവിടെ അടിപൊളി പരിപാടികളാണ്. ഇവിടെ എല്ലാ ദിവസവും ഇവിടെ പരിപാടികൾ കാണും. സ്റ്റീഫൻ ദേവസി, ജാസി ഗിഫ്റ്റ്, തേക്കിൻകാട് ആട്ടം, ഇവരുടെ എല്ലാവരുടെയും പ്രോഗ്രാംസ് ഇവിടെ കാണും. ഓർത്തഡോക്സ് സഭയും മനോരമയും ചേർന്നൊരുക്കിയ ഹോർത്തൂസ് കോൺകോർഡിയ അടിപൊളി ഫെസ്റ്റാണ്. രാവിലെ 9 മുതൽ രാത്രി 10 വരെയാണ് പ്രവേശനം. എങ്കിൽ നിങ്ങളും പോന്നോളൂ.